عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവ്വധന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ പവിത്രമായ ഈ ദിവസം നമുക്കിവിടേക്ക് ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകിയതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗലോകത്ത് നമ്മെല്ലാം ഒരുമിപ്പിക്കട്ടെ. അള്ളാഹു നമുക്ക് ദുനിയാവിൽ തന്ന ഈ മനോഹരമായ ജീവിതം എപ്പോഴെങ്കിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഇനി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹുവിന്റെ പരിപൂർണ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ അള്ളാഹു നമുക്കൊക്കെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സർവ സന്തോഷവും ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഒരു പവിത്രമായ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ദുൽഹജ്ജ് മാസം. ഇന്ന് ദുൽഖഅദ 27. വരുന്ന ഞായറാഴ്ച 29 പിറ കണ്ടാൽ തിങ്കളാഴ്ച ദുൽഹജ്ജ് 1 ആയിരിക്കും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ് 1 ആയിരിക്കും. ദുൽഹജ്ജ് മാസം പലതുകൊണ്ടും മഹത്വമുള്ള മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തതായി ഇങ്ങനെ നമുക്ക് വായിക്കാം. ഇഖ്താറല്ലാഹുൽ ബിലാദ, അല്ലാഹു ഭൂമിയിൽ ചില നാടുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫഹബ്ബുൽ ബുൽദാനി അൽ ബലദുൽ ഹറാം, അല്ലാഹു തിരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ നാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാട് അത് പവിത്രമായ മക്കയാണ്. വഖ്താറല്ലാഹു സമാൻ, അല്ലാഹു ചില കാലങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തിരഞ്ഞെടുത്തതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം ഫഹബ്ബു സമാൻ ഇലല്ലാഹ് അൽ അശ്ഹുറുൽ ഹുറും, പവിത്രമായ 4 മാസങ്ങളുണ്ട്. യുദ്ധം ഹറാമായ മാസം എന്ന് പറയും. ആ 4 മാസമാണ് 12 മാസങ്ങളിൽ വെച്ച് അല്ലാഹു പ്രത്യേകമാക്കിയ മാസം. വഹബ്ബുൽ അശ്ഹുരി ഇലല്ലാഹ്, ആ 4 മാസത്തിൽ തന്നെ, യുദ്ധം ഹറാമായ പവിത്രമായ 4 മാസത്തിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ദുൽഹജ്ജ മാസമാണ്. വഹബ്ബു ദുൽഹിജ്ജ, ആ ദുൽഹജ്ജ് മാസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ അശ്റുൽ അവ്വലു മിൻഹ, ആ മാസത്തിലെ ആദ്യത്തെ 10 ദിവസവുമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഇസ്ലാമിന്റെ തൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അത് അനുവർത്തിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്, ഐഡന്റിറ്റിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ആദരവ് ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ആദരിക്കുക. വർത്തമാനകാലത്ത് സമൂഹത്തിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന, മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ റെസ്പെക്ട് എന്നുള്ളത്, ബഹുമാനം എന്നുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ വലിയൊരു ചിഹ്നമാണ് ബഹുമാനം. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം.
അനാദരവ് കാണിക്കേണ്ടതുണ്ട്, അഥവാ നിസ്സാരമാക്കേണ്ടതിന് നിസ്സാരമാക്കണം. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ അല്ലാഹുവിന് കുറെ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ ബയ്യനല്ലാഹു അസ്സ വജൽ. പ്രിയമുള്ളവരെ, ലോകത്ത് എത്രയോ മലകളുണ്ട്, എത്രയോ പർവ്വതങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ചിഹ്നമായി അള്ളാഹു പറഞ്ഞ 2 മലകളുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അത് ലോകത്തുള്ള മറ്റുള്ള മലകളെ പോലെയല്ല, മറ്റുള്ള കുന്നുകളെ പോലെയല്ല. സഫയും മർവയും അത് അള്ളാഹുവിന്റെ ചിഹ്നമാണ്. അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. ആ സഫാ മലയുടെ മുകളിൽ കയറി ദുആ ചെയ്താൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മല മുകളിൽ കയറി ദുആ ചെയ്ത പോലെയല്ല. ആ സഫാ മലയുടെ മുകളിൽ നിന്ന് പരിശുദ്ധമായ കഅബയിലേക്ക് നോക്കി നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, അത് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തെ കീഴടക്കുന്ന, ഹൃദയത്തിന് തുടുപ്പുണ്ടാകുന്ന പ്രാർത്ഥനയാണ്. ആ ദുആക്ക് ഇജാബത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നേരെ മർവയിലേക്ക് സഅയ് ചെയ്ത് നടന്നു എന്നിട്ട് ആ മർവയുടെ മുകളിൽ ചെന്ന് നിന്നിട്ടും ഇന്നതിന്റെ ചില അടയാളങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ബിബി ഹാജർ റളിയല്ലാഹു അൻഹാ അവിടത്തെ പാദമൂന്നിയ വിശാലമായ മലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും അതിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അതിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാം. ആ മറുവയുടെ മുകളിൽ നിന്നുകൊണ്ടും നമുക്ക് കഅബ ശരീഫിനെ കാണാം. ഇന്നതിന്റെ ബിൽഡിങ്ങുകളുടെ ഭിത്തികളുടെ മറയുണ്ടെങ്കിലും ആ കഅബയുടെ നേരെ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ അത് സാധാരണ നമ്മുടെ നാട്ടിലോ വേറെ എവിടെയെങ്കിലും ഒരു പാറയുടെ മുകളിൽ ചെന്ന് ദുആ ചെയ്തതുപോലെയല്ല. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ആ സഫയും മർവയും ബഹുമാനിക്കേണ്ട 2 മലകളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഅതമർ. ആര് ഹജ്ജിന് ഇവിടെ വന്നാലോ, ആര് ഉംറയ്ക്ക് വന്നാലോ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. അവർ ഈ 2 മലകളെയും ചുറ്റിക്കൊള്ളട്ടെ. സഫയിലും മർവയിലും പാദമൂന്നാതെ ഒരാളിന്റെ ഹജ്ജും ഹജ്ജാവില്ല, ഒരാളിന്റെ ഉംറയും ഉംറാവില്ല. എന്തുകൊണ്ട്? സഫയും മർവയും ബഹുമാനിക്കപ്പെടേണ്ട 2 മലകളാണ്. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇങ്ങനെ ഭൂമിയിൽ കുറെ കാര്യങ്ങളെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ ബഹുമാനിക്കേണ്ടത് ഈമാനിന്റെ ഭാഗമാണ്, മുസ്ലിമിന്റെ സംസ്കാരമാണ്. എല്ലാ നാടും ഒരുപോലെയല്ല. ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പരിശുദ്ധമായ മക്ക, ആ മക്ക അല്ലാഹുവിന് എത്ര പവിത്രമാണ്, അല്ലാഹുവിന് എത്ര ഇഷ്ടപ്പെട്ട മണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്യുന്ന വേളയിൽ, ആ ഹിജ്റ ചെയ്യുമ്പോൾ അന്ന് പാതിരാത്രി മഹാനായ അലിയാർ തങ്ങളെ വീടിന്റെ കട്ടിലിൽ, വീടിനകത്ത് കട്ടിലിൽ കിടത്തിയിട്ട് അവിടത്തെ പുതപ്പും മൂടിക്കൊടുത്തിട്ട് ആ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗമുണ്ടല്ലോ. വഴിയിൽ കാത്തു നിൽക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന വേളയിൽ മക്കയുടെ ബോർഡറിൽ ചെന്ന് നിന്നുകൊണ്ട്, അതിന്റെ അതിർത്തിയിൽ ചെന്ന് നിന്നുകൊണ്ട്, മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വാക്കുകൾ പറയുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. ഒരു വിട പറയൽ ആരോടാണ്? മക്ക എന്ന പരിശുദ്ധ മണ്ണിനോടുള്ള വിട പറച്ചിലാണ്, നാട്ടുകാരോടല്ല. മക്ക എന്ന പവിത്രമായ ഭൂമികയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്ന വാക്കുകൾ എന്താ പറഞ്ഞത്? വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്. എന്റെ പവിത്രമായ മക്കേ, എന്റെ ഹൃദയത്തിന്റെ തുടുപ്പായ മണ്ണ്, നീ അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ മണ്ണാണ്. നിന്നേക്കാൾ ഉത്തമമായ മണ്ണ് ഭൂമിയിൽ ഒരിടത്തുമില്ല. വഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്. മാത്രമല്ല അല്ലാഹുവിന് എന്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ് നീ. ആദ്യമായി അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം നിന്റെ ഹൃദയത്തിലാണ്, നിന്റെ മാറിടത്തിലാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായ മണ്ണാണ് നീ മക്ക. പക്ഷേ വലൗലാ അന്നീ ഉഖ്രിജതു മിൻക, എനിക്ക്
നിന്നിൽ നിന്ന് നിന്നോട് വിട പറയേണ്ടി വന്നു. ഈ എന്റെ നാട്ടുകാര് എന്നെ പുറത്താക്കി കളഞ്ഞു. എന്റെ നാട്ടുകാര് നിന്നിൽ നിന്ന് എന്നെ ആട്ടി ഓടിക്കുകയാണ്. അങ്ങനെ അവരെന്നെ ആട്ടി ഓടിച്ചില്ലായിരുന്നെങ്കിൽ, ഇവിടെ നിന്ന് എനിക്ക് പോകേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ, എന്റെ പവിത്രമായ എന്റെ പ്രിയപ്പെട്ട മക്ക, ഒരിക്കലും ഞാൻ നിന്നോട് വിട പറയില്ലായിരുന്നു. നിന്നിൽ നിന്ന് ഞാൻ പുറത്തു പോകില്ലായിരുന്നു. അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണ് നീയാകുന്ന നാട്. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട നാടാണ്. അതുകൊണ്ടാണ് മക്ക ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു വടക്ക് നോക്കി യന്ത്രം പോലെ എല്ലാ മുഅ്മിനിന്റെ ഹൃദയങ്ങളും ആകർഷിക്കുന്നത് ആ പവിത്രമായ മണ്ണിലേക്കല്ലേ, പരിശുദ്ധമായ മക്കയിലേക്കല്ലേ. അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 5000 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട മകനെയും പത്നിയെയും അവിടെ ആക്കിയിട്ട് അവിടുന്ന് ആ മണലാരണ്യത്തിന്റെ ഓരത്ത് നിന്നുകൊണ്ടൊരു ദുആ ചെയ്യുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ വജ്അൽ അഫ്ഇദതൻ മിനൻ നാസ് തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട കൺമണിയെയും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഇതാ ഒരു വിജനമായ മരുഭൂമിയിൽ ഈ മണൽക്കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ് റബ്ബേ. എന്റെ കുടുംബം നിസ്കാരം നിലനിർത്തി നല്ലവരാകാൻ വേണ്ടി, അതുകൊണ്ട് ആരോരുമില്ലാത്ത ഈ മണ്ണിലേക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഹൃദയങ്ങളെയും നീ ഇവിടേക്ക് നീ ആകർഷിപ്പിക്കണേ അല്ലാഹ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ദുആഇന്റെ ഫലം പിന്നെ ലോകത്തെ ഏറ്റവും വലിയ നഗരിയായി മാറിയില്ലേ മക്ക? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളുള്ള നഗരിയായി മാറിയില്ലേ മക്ക? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ദേശക്കാർ, ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നവർ ദിവസവും വന്ന് സന്ദർശിക്കുന്ന ഇടമായി മാറി മക്ക. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അല്ലാഹു നമുക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഭൂമിയിൽ അല്ലാഹ് ഇഷ്ടപ്പെട്ട, അല്ലാഹ് ബഹുമാനിച്ച ഒരു നാടാണ് മക്ക. ഇതുപോലെ അല്ലാഹ് ബഹുമാനിച്ച ചില സമയങ്ങളുണ്ട്. എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ രാത്രികളും ഒരുപോലെയല്ല, എല്ലാ പകലുകളും ഒരുപോലെയല്ല. ചില ദിവസങ്ങൾക്ക് മഹത്വമുണ്ട്. അങ്ങനെ അല്ലാഹ് തിരഞ്ഞെടുത്ത പവിത്രമായ ദിവസങ്ങളിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 പകലുകൾ പവിത്രമുണ്ട്. അല്ലാഹു തആല മനസ്സിലാക്കാൻ, ആ ദിവസങ്ങളെ പുണ്യമായി കാണാൻ, ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തിന് തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രിയെ തന്നെ സത്യം. ഇതിന് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ 10 രാത്രി എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിന്റെ 10 പകലുകളും അതിന്റെ രാത്രികളുമാണ്. അല്ലാഹു തആല സത്യം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് ചില പ്രത്യേകമായ സമയങ്ങളും പ്രത്യേകമായ ഇടങ്ങളുമാണ്. മക്കയെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അതുപോലെ തന്നെ അസ്ർ സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്, വൽ അസ്ർ. അസ്ർ സമയം എന്ന് വ്യാഖ്യാനമുണ്ട്, കാലം എന്ന് വ്യാഖ്യാനമുണ്ട്. അതുപോലെ അല്ലാഹു സത്യം ചെയ്ത സമയം വൽ ഫജ്ർ, പ്രഭാത സമയം, അത് പ്രത്യേകമായ സമയമാണ്. വലയാലിൻ അശ്ർ, 10 രാത്രികൾ. അത് മുഫസ്സിരീങ്ങൾ പറയുന്നത് ദുൽഹജ്ജിന്റെ 10 ദിനങ്ങളാണ്. എന്തുകൊണ്ട്? മറ്റുള്ള റമളാനിലെ 10 ദിവസങ്ങളിലോ 30 ദിവസങ്ങളിലോ പോലും ഒരു മുഅ്മിനിന് ചെയ്യാൻ പറ്റാത്ത നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ അവസാന ആദ്യത്തെ 10 ദിവസങ്ങൾ. എങ്ങനെ? റമളാനിൽ നമ്മൾ ഏറ്റവും ഇബാദത്തുകൾ ചെയ്യുന്ന മാസമാണ് റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ഏറ്റവും മഹത്വമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. എന്നാൽ റമളാനിന്റെ അവസാനത്തെ 10ലും പോലും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയാത്ത അമലുകൾ സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതെങ്ങനെയാണ്? പരിശുദ്ധമായ ഈ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ എല്ലാ അമലുകളും അവിടെ സമ്മേളിക്കുകയാണ്. നിസ്കാരമുണ്ട് സാധാരണ എല്ലാ ദിവസങ്ങളിലുള്ളതുപോലെ. പിന്നെയോ നോമ്പുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിന്റെ 1 മുതൽ 9 വരെ നോമ്പെടുത്തിട്ടുള്ളതായ ഹദീസുകളിൽ കാണാം. ദുൽഹജ്ജിന്റെ 1-ാമത്തെ ദിവസം മുതൽ 9-ാമത്തെ ദിവസം, 10ന്റെ പിന്നെ നോമ്പെടുക്കാൻ കഴിയില്ല. കാരണം എന്താ? അന്ന് പെരുന്നാളാണല്ലോ. അപ്പൊ അറഫ ദിവസം വരെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ നോമ്പെടുക്കൽ സുന്നത്തുമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല തൗറാത്ത് കൊടുക്കുന്നതിന് മുമ്പ് 30 ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞു. 30 ദിവസം അള്ളാഹുവിന്റെ ഓർമ്മയിലായി നോമ്പെടുത്തുകൊണ്ട് കഴിയാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല 10 ദിവസം കൂടി വീണ്ടും നോമ്പെടുക്കാൻ പറഞ്ഞു. എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു പറഞ്ഞ ദിവസങ്ങൾ പൂർത്തിയാക്കി. ആ 10 ദിവസം ഏതാണ്? ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ നിസ്കാരത്തിനോടൊപ്പം നോമ്പ് വരുന്നുണ്ട്. അതിനോടൊപ്പം സ്വതക്കയും അധികരിപ്പിക്കൽ സുന്നത്താണ്. ആ സ്വതക്കയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഉദ്ഹിയ. ഉദ്ഹിയ വരുന്നത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. അത് റമദാനിൽ കിട്ടൂലല്ലോ. അപ്പോ ഉദ്ഹിയ വരുന്നുണ്ട്. അതിനോടൊപ്പം ഇസ്ലാമിന്റെ അവസാനത്തെ കാര്യമായ പരിശുദ്ധമായ ഹജ്ജ് നടക്കുന്നതും ഈ ദിവസങ്ങളിലാണ്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ പ്രത്യേകത റമദാനിലില്ല. അപ്പോ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പോലും ഉണ്ടാകാത്ത ഒരുപാട് നന്മകളുടെ സമ്മേളനമാണ്. ഒരു പൊതു മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു മനോഹരമായ ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹു ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിക്റുകൾ അധികരിപ്പിക്കണം, എല്ലാ ഇബാദത്തുകൾ അധികരിപ്പിക്കണം. വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ഖുർആൻ ഒരുപാട് ഓതുന്നത് പോലെ ഈ ദിവസങ്ങളും ബഹുമാനിക്കേണ്ട ദിവസങ്ങളാണ്. നമ്മൾ ഒരുപാട് ഖുർആൻ ഓതണം, ഒരുപാട് നന്മകൾ ചെയ്യണം, ഉളഹിയ കൊടുക്കണം, അതിനുവേണ്ടി തയ്യാറാകണം. ഉളഹിയുടെ മൃഗങ്ങളെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കണം. ആ ഉളഹിയുടെ മൃഗങ്ങളെ കാണുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള മൃഗമാകട്ടെ, വേറെ എവിടെയെങ്കിലും ഉളഹിക്ക് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന മൃഗമാകട്ടെ, അതിനെ കാണുമ്പോൾ ദുൽഹജ്ജിന്റെ 1-ാമത്തെ ദിവസം മുതൽ അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. കാരണം അള്ളാഹുവിന്റെ ശിആറാണ്, ചിഹ്നമാണ്. അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ ഉദ്ഹിയ കൊടുക്കാൻ നിയ്യത്താക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്കെല്ലാം ആ നന്മയിൽ പങ്കാളികളാൻ തൗഫീഖ് നൽകട്ടെ. ദുൽഹജ്ജ് 1 മുതൽ പിന്നെ ഉദ്ഹിയ കൊടുക്കുന്ന ദിവസം വരെ നഖവും മുടിയും നീക്കാതിരിക്കൽ സുന്നത്താണ്. നീക്കൽ കറാഹത്തുമാണ്, നമുക്കറിയാം. ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഉദ്ഹിയ കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലുള്ള എല്ലാവരുമല്ല, ആരാണോ ഉദ്ഹിയ കൊടുക്കുന്നത്, ആരാണോ അതിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത്, അദ്ദേഹം എന്ത് ചെയ്യരുത്? ദുൽഹജ്ജ് പിറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉദ്ഹിയ കൊടുക്കുന്നത് വരെ നഖവും മുടിയും ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്തുമാണ്. ഇത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം. അതുപോലെ ദുൽഹജ്ജിന്റെ ആദ്യത്തെ ഈ 10 ദിനരാത്രങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ടതാണെന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല, ബഹുമാനിക്കപ്പെടേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനിക്കേണ്ട ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ മറ്റുള്ള ദിവസങ്ങളിൽ അഥവാ തെറ്റുകൾ ചെയ്യുന്നു പോകുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മൾ പവിത്രമായി കണ്ടുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. കാരണം അള്ളാഹു ബഹുമാനിച്ചതാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. അതുകൊണ്ട് ഇന്നലകളിലോ നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന ഒരു കേവലം ഒരു നിസ്സാരം പോലെ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളെ കാണരുത്. കാരണം നമ്മളെ പോലെയുള്ള വിശ്വാസികൾ ലക്ഷോപലക്ഷങ്ങൾ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി മണൽത്തരികൾ പോലും കുതിർന്നു പോകുന്ന വിധം ദുആ ചെയ്യുന്ന ദിനരാത്രങ്ങളല്ലേ ദുൽഹജ്ജ്. ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ, മിനയിൽ, മുസ്ദലിഫയിൽ, മശ്അരുൽ ഹറാമിൽ, കഅബ ശരീഫിന്റെ പരിസരത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സഫയിലും മർവയിലും ഒക്കെ എല്ലാവരും കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യുമ്പോൾ ആ ദിവസങ്ങളെ നമ്മളും ബഹുമാനിക്കണം. നമ്മളും അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇബാദത്തുകൾ കഴിഞ്ഞുകൂടണം. നമ്മളുടെ പള്ളികളിലും നമ്മളുടെ നാട്ടിലും ആ ഒരു പ്രതീതി ഉണ്ടാകണം, നന്മയുടെ പ്രതീതി, ഒരു ആത്മീയമായ പ്രഭ നമ്മളുടെ വീടുകളിലും നമ്മളുടെ പള്ളികളിലും ഉണ്ടാവുക. അത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസം ഈ നിലയിലുള്ള ഒരു പരിഗണന നമ്മളിലൊക്കെയും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ.
നൽകുമാറാകട്ടെ. ലഹയ്ക്ക് വേണ്ടി തയ്യാറാകാൻ, അതുപോലെയുള്ള നന്മകള് നോമ്പെടുക്കാൻ കഴിയുന്നവരൊക്കെ ദുൽഹജ്ജ് 1 മുതൽ ഇൻഷാ അല്ലാഹ് 9 വരെയും നോമ്പെടുക്കുക. പിന്നെ 9-ന് അറഫ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.